എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥിനി ജാസ്ലിയ ജോൺസന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഓടിച്ചയാളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തം. കോട്ടയം അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റെ മകൻ ഡോക്ടർ സിറിയക് പി ജോർജാണ് വാഹനമോടിച്ചത്. ജാസ്ലിയയുടെ മൃതദേഹം അങ്കമാലി കുഴിപ്പള്ളി സെന്റ് അഗസ്റ്റിൻ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. മസ്തിഷ്ക മരണം സംഭവിച്ച ജാസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. 2 ദിവസമായിട്ട് ഒരു അറിവ് നമുക്കില്ല. വണ്ടി കിട്ടിയെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമുക്കത് അറിയണം. അവളെ ജീവനെന്താ വിലയില്ലേ, നമുക്കത് അറിയണം. പ്രതിയെ പിടികൂടണം. പക്ഷേ ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കുട്ടിയാണ് അവള്. അപ്പോൾ എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു ഇത് വേണം. 5 ദിവസമായിട്ടും ജാസ്ലിയയെ ഇടിച്ചു തെറിപ്പിച്ച വാഹനം ഓടിച്ചയാളെ പിടികൂടാത്തതിലാണ് സഹപാഠികളുടെയും അധ്യാപകരുടെയും പ്രതിഷേധം. പ്രതിഷേധവുമായി ഇവർ അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തി. വാഹനം ഓടിച്ചയാളെ പിടികൂടിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. പോലീസ് സ്റ്റേഷന് മുന്നിൽ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു. കോട്ടയം അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റെ മകൻ ഡോക്ടർ സിറിയക് പി ജോർജ് ആണ് വാഹനം ഓടിച്ചത്. നമുക്ക് അന്ന് രാത്രി അതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള CCTVs കുറവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ കിട്ടിയത് ആരാണ് വാഹനം ഓടിച്ചതെന്നും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യൂസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സിറിയക് എന്ന് പറയുന്ന ആളാണ്, കോട്ടയം സ്വദേശിയാണ്. അയാൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. ഡോക്ടർ സിറിയക് പി ജോർജിന്റെ വീട്ടിൽ അങ്കമാലി പോലീസ് പരിശോധന നടത്തി. ശനിയാഴ്ച വൈകിട്ടായിരുന്നു ദേശീയപാതയിൽ അങ്കമാലി ടെൽക്ക് ജംഗ്ഷനിൽ അപകടമുണ്ടായത്. നേരത്തെ മസ്തിഷ്ക മരണം സംഭവിച്ച ജാസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. അങ്കമാലി കുഴിപ്പള്ളി സെന്റ് അഗസ്റ്റിൻസ് പള്ളി സെമിത്തേരിയിലായിരുന്നു ജാസ്ലിയയുടെ സംസ്കാരം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.